ഈ പറയുന്ന മോറൽ റെസ്പോൺസിബിലിറ്റി കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുകയേ വേണ്ട. കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. അവർക്ക് എന്തും കാണിക്കാം, അവർക്ക് ശിവരഞ്ജിത്തുമാരെ ജയിപ്പിക്കാം, നസീമുമാരെ ജയിപ്പിക്കാം, അവർക്ക് ഇവിടെ ആസൂത്രണ ബോർഡിനകത്ത് ഇഷ്ടമുള്ള പോലെ കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിക്കയറ്റാം, എവിടെ വേണോ പിൻവാതിൽ നിയമനം നടത്താം, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ശ്രീമതി അപർണ കുറുപ്പ്, ബി ജെ പി എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ബി ജെ പിയുടെ പ്രതിനിധിനെ വിളിക്കുന്നത്? ബി ജെ പി എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് ഞാനല്ലേ പറയേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് പറയാം, നിങ്ങളുടെ മാധ്യമത്തിന്റെ നിലപാട് പറയാം. ബി ജെ പി ഇതാണല്ലോ പറയുന്നത്. തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് ബി ജെ പിക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, ഈ കേന്ദ്ര സർക്കാർ ഇപ്പൊ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളിൽ ഒന്ന് കുലുങ്ങിയിട്ടുണ്ടോ? ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. ശ്രീ അയ്യപ്പദാസ്, ഇത് കുലുങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ സംവിധാനത്തിനകത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും, പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചർച്ചകൾ ഉണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിനെയൊക്കെ ഈ കുലുങ്ങിയോ മടങ്ങിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങയുടെ മാധ്യമ ഭാഷയിൽ അത് ചോദിക്കാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പരീക്ഷകളിലെ വീഴ്ചയും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം ഒരു ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. ഇവിടെ ആര് രാജിവെച്ചു എന്ന് ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് ചോദിച്ചാൽ പറയുവാൻ അങ്ങേക്കോ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കോ ഉത്തരവുണ്ടോ? യുവരാജ് ഗോകുൽ, ഈ കുലുങ്ങിയോ എന്ന ചോദ്യം അങ്ങ് ഇത്ര ഉലച്ചോ എന്ന് എനിക്ക് അറിയില്ല. കുലുങ്ങിയോ, പിന്നെന്താ വേറെന്തോ താങ്കൾ പറഞ്ഞു, മടക്കിയോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കണ്ടു. അത് താങ്കളുടെ സ്വാതന്ത്ര്യം. ഞാൻ അത് വളരെ പൊളിറ്റിക്കലായിട്ടൊരു ചോദ്യമാണ്. ഒരു മിനിറ്റ്, എനിക്ക് നമ്മൾ മനുഷ്യരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അങ്ങും കൂടി പറഞ്ഞതിന് തിരിച്ചു മറുപടി പറയാൻ മാത്രമാണ്. അങ്ങനെ എന്റെ ചോദ്യത്തെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ തിരിച്ച് താങ്കൾ ആക്ഷേപിക്കുകയല്ല. ഞാൻ BJP സർക്കാർ എന്ന ഒരു ഉറച്ച ഗവൺമെന്റിനെ കുലുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. താങ്കൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഈ ചതി വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും ഇനി ഒരു മത്സര പരീക്ഷ എഴുതാൻ കഴിയാതെ, പോലീസ് വെരിഫിക്കേഷനിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ, കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട് ജീവിതകാലം ജയിലിൽ കിടക്കേണ്ട ഒരു വലിയ സാഹചര്യത്തിലേക്ക് ഈ നാട് പോകും. നിന്റെ തന്ത വലിയ മജിസ്ട്രേറ്റ് ആയിരുന്നല്ലോ. ശ്രീ അരുൺകുമാർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു ചർച്ച നടത്താം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് രാജി വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോഴാണ് അരുൺകുമാറെ അങ്ങനെ പറഞ്ഞത്? ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിലേക്ക്, SFI സമരത്തോടൊപ്പമാണ്. SFIക്കാരാണ് അവിടെ ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. SFIയുടെ നേതാക്കളായ ശ്രീ MA ബേബി, ബൃന്ദ കാരാട്ട്, ശ്രീ A റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആൾക്കാർ ആദ്യം പറഞ്ഞത് ഞങ്ങള് വിദ്യാർത്ഥികൾക്കൊപ്പം മാത്രമാണ്, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പവും ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്താണ് പിന്നീട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവിടെ പോയത്. ശരി തന്നെയാണ്. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആൾക്കാര് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷാർത്ഥികൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന MA ബേബി എന്ന് പറയുന്ന CPM-ന്റെ ദേശീയ സെക്രട്ടറിയോട് ചോദിക്കണ്ടേ, നിങ്ങളുടെ നാട്ടിൽ ഇതേ ഈ പറയുന്ന പോലെ PSC-യുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അഴിമതിയും തട്ടിപ്പും നടത്തിയിരിക്കുകയാണ്. തട്ടിപ്പാണല്ലേ? ഈ പറയുന്ന മോറൽ റെസ്പോൺസിബിലിറ്റി കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുകയേ വേണ്ട. കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. അവർക്ക് എന്തും കാണിക്കാം, അവർക്ക് ശിവരഞ്ജിത്തുമാരെ ജയിപ്പിക്കാം, നസീമുമാരെ ജയിപ്പിക്കാം, അവർക്ക് ഇവിടെ ആസൂത്രണ ബോർഡിനകത്ത് ഇഷ്ടമുള്ള പോലെ കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിക്കയറ്റാം, എവിടെ വേണോ പിൻവാതിൽ നിയമനം നടത്താം, ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ടിട്ട് ആക്രമണമുണ്ടായി. ആ ആക്രമണത്തിനകത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തി ചാർജ് ഉണ്ടായി. ശരി, പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തുമ്പോൾ നിങ്ങളെ പോലീസ് എങ്ങനെയായിരുന്നു, പിണറായി വിജയന്റെ പോലീസ് എങ്ങനെയായിരുന്നു അവരെ സ്വീകരിച്ചിരുന്നത്? അതല്ല ഉദ്ദേശം. ബൊക്കയും ജണ്ടും ഹാരവും ഒക്കെ കൊടുത്ത് പാലും വെള്ളവും ഒക്കെ കൊടുത്തായിരുന്നോ സ്വീകരിച്ചുകൊണ്ടിരുന്നത്? അതോ KSUക്കാരുടെ ABVP-കാരുടെയും തലയും കയ്യും അടിച്ചു പൊട്ടിച്ചിട്ടായിരുന്നോ? നെയിം പ്ലേറ്റ് ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് തല്ലി എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എവിടെയാ തല്ലിയത്? നെയിം പ്ലേറ്റ് ഇല്ലാത്ത ആൾക്കാർ വന്ന് തല്ലിയെന്നുണ്ടെങ്കിൽ DYFIയുടെ ഗുണ്ടകൾ ഇറങ്ങിയിട്ട് ഹെൽമെറ്റും ചെടിച്ചട്ടിയും വെച്ചിട്ട് അടിക്കുകയായിരുന്നു, ആൾക്കാരുടെ നെഞ്ചടിച്ചു പൊട്ടിക്കുകയായിരുന്നു, തലയടിച്ചു പൊട്ടിക്കുകയായിരുന്നു പ്രതിഷേധക്കാരുടെ. അപ്പൊ അവരിലെ വിദ്യാർത്ഥികളില്ലായിരുന്നോ? KSUക്കാരില്ലായിരുന്നോ? ABVP-കാരില്ലായിരുന്നോ? അരുൺകുമാർ ആ സമയത്ത് ഇവിടെ ആരെയും കണ്ടില്ലേ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ശ്രീ B ഗോപാലകൃഷ്ണൻ, അതിർത്തിയിലൊക്കെ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചാൽ ഈ യുവാക്കൾ ഭയപ്പെട്ടു പോകും, പേടിച്ചു പോകും എന്ന് കരുതിയോ? വേണ്ടല്ലോ, EMS മന്ത്രിസഭ, തൊഴിലാളിയുടെ പേരിൽ അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭ
കശുവണ്ടി തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ച് 3 പേര് കൊല്ലപ്പെട്ട ചരിത്രം അഭിലാഷ് മോഹനെ ഞാൻ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങളുടെ മാതൃഭൂമിയുടെ പത്രം ഉണ്ടല്ലോ, പക്ഷെ മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ അഭിലാഷ് മോഹൻ വായിച്ചിട്ടുണ്ടാവും. ഈ സമരം എന്ന് പറയുന്നത് 12 വർഷത്തെ അരാജകത്വ ഭരണം, നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ അരാജകത്വ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്നാണ്. നല്ല ഐഡിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സൗഹൃദമുള്ള, ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള, ആത്മീയ ബന്ധമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഞങ്ങൾ അങ്ങോട്ട് തെരുവിലിറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിലിറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. നിങ്ങളുടെ പത്രത്തിന് എഡിറ്റോറിയൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പം അങ്ങോട്ട് വീഴ്ത്താം, നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ നേപ്പാൾ പോലെ സമരം നടത്തി നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങോട്ട് വീഴ്ത്താം, നരേന്ദ്രമോദിയെ അങ്ങ് വെടിവെച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മക്കളെ എന്ന് പരസ്യമായി പറയുകയാണ്. അതങ്ങോട്ട് 8 മടക്കി മടിക്കുത്തിന് താഴെ വെച്ചോണം കേട്ടോ, മടിക്കുത്തിന് താഴെ. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഡൽഹി പോലീസിൽ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ ചർച്ച. ആ കള്ളത്തരം ലേഡി ഹാർഡിംഗ് ആശുപത്രി മെഡിക്കൽ റിപ്പോർട്ടോടെ തെളിഞ്ഞു കഴിഞ്ഞു. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ഒരിക്കലും ചെയ്യാത്ത തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് പെല്ലറ്റ് ഗൺ ഉതിർക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ധൈര്യമുണ്ടാകുമ്പോൾ അതൊരു വലിയ ക്രൂരതയായിട്ട് സ്വാഭാവികമായിട്ട് പറയേണ്ടി വരുന്നു. അതല്ലാതെ ആ ക്രൂരതയെ BJP എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, ആദ്യമേ തന്നെ പറയട്ടെ, അങ്ങയുടെ ഈ പരിപാടിയുടെ അവതാരിക തന്നെ വളരെ ഏകപക്ഷീയവും രാഷ്ട്രീയ പ്രേരിതവും ഒരു വിഭാഗത്തിനെതിരെയുള്ള ആക്രമണവുമായി ഒരു BJPയുടെ പ്രതിനിധിയെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ള ചർച്ചയിൽ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ന്യായീകരിച്ചാലും അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചർച്ചയാണ് നടത്തുക എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. നോക്കൂ, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിലുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം PIBയുടെ ഫാക്ട് ചെക്കാണ്. ആ PIB ഫാക്ട് ചെക്കിൽ ഈ പറയുന്ന പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നതിനെ കാറ്റഗറിക്കലി തന്നെ ഡിനൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. എന്നാൽ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അവിടെ ഉന്നയിക്കപ്പെടുന്ന അൺകൺഫേംഡ് ആയിട്ടുള്ള ചില സോഴ്സസിലും പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കാൻ നമ്മുടെ മുമ്പിൽ ഔദ്യോഗികമായിട്ടൊരു വിവരമില്ലെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ. എല്ലാവർക്കും രസമാണ് ഇവിടെ. ഹിന്ദു അടക്കമുള്ള മുൻനിര മാധ്യമങ്ങൾ പറയുന്നു മെഡിക്കൽ റിപ്പോർട്ട് താങ്കൾ തള്ളിക്കളഞ്ഞാലും, പക്ഷേ ലേഡി ഹാർഡിംഗ് ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ താങ്കൾക്ക് തള്ളിക്കളയാം. അത് ഇനിയിപ്പോ പെല്ലറ്റ് ഗണ്ണല്ല, ഒരു പ്ലാസ്റ്റിക് ബുള്ളറ്റ് ആണെന്ന് വിചാരിച്ചാലും 80-ലധികം വിദ്യാർത്ഥികൾ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഹിന്ദുവിന്റെ വാർത്തയും തള്ളിക്കളയുന്നു. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, നോക്കൂ, ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ ആധികാരികതയോ വിശ്വാസ്യതയോ നിങ്ങൾക്കൊരു ചർച്ചയിൽ ഒരു വാദം ഉന്നയിക്കാനുള്ള കാരണമായി പറയാൻ പറ്റില്ല. ഇന്നിപ്പോ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ പോലും എഴുതിയിട്ടുള്ള ഒരു കാര്യം സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, 16 വർഷം മുൻപുള്ള ഒരു 10-16 വർഷം മുൻപുള്ള BJP നേതാക്കന്മാരുടെ എല്ലാ പ്രസ്താവനകളും ഞാനിവിടെ എടുത്തുകൊണ്ടുവരേണ്ടി വരും. അത് അതിന്റെ ആവശ്യമില്ലാന്ന് താങ്കൾ കൃത്യമായിട്ടും അറിയാം. സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് PIB പറയുന്നത് മാത്രമാണ് ശരിയെങ്കിൽ പിന്നെ മാധ്യമങ്ങളുടെ ആവശ്യം പോലും ഇല്ലല്ലോ. ഈ രാജ്യത്ത് മാധ്യമങ്ങളുടെ ആവശ്യങ്ങൾ പോലും ഇല്ലല്ലോ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല. അല്ല, നോക്കൂ, ഒരു കാര്യം, ഈ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ രണ്ട് പക്ഷത്തു നിന്നുള്ള സ്രോതസ്സുകളെയും നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പക്ഷത്ത് വന്നിട്ടുള്ള ഒരു വിശദീകരണത്തെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഏറ്റവും ആധികാരികത എന്നൊരു നില സ്വീകരിക്കുന്നത് ശരിയില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച തന്നെ നയിക്കുന്നത് എന്നുള്ളതാണ്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. എന്നോട് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. കാരണം ഈ സമരം തന്നെ ഒരു മുൻകൂട്ടി അജണ്ടയുടെ ഭാഗമാണ്, നീറ്റല്ല വിഷയം എന്നാണല്ലോ BJP പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചർച്ച പോലും അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയം ഉണ്ടാകില്ല എന്ന് പ്രേക്ഷകർ കരുതില്ലേ? ശ്രീമതി അപർണ കുറുപ്പ്, BJP എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ BJPയുടെ പ്രതിനിധിനെ വിളിക്കുന്നത്? BJP എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് ഞാനല്ലേ പറയേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് പറയാം, നിങ്ങളുടെ മാധ്യമത്തിന്റെ നിലപാട് പറയാം. BJP ഇതാണല്ലോ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ടോ? ഈ ചർച്ചയിൽ നിങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ആളുകളാണ്. ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ സൈഡ് പറയാൻ വേണ്ടി പങ്കെടുക്കുന്ന ഒരേ ആൾ ഞാനാണെന്നിരിക്കെ എനിക്ക് മതിയായിട്ടുള്ള സമയം തരിക എന്നത് മാത്രമല്ല, ഞാൻ സംസാരിക്കുമ്പോൾ നിരന്തരമായിട്ട് ഇടപെടുക, അലങ്കോലപ്പെടുത്തുക, അതൊരു മര്യാദയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഞാൻ പറയുന്നത് ഇവിടെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെയും CJPയെയും കോൺഗ്രസിനെയും നിങ്ങൾ വേർതിരിച്ച് തന്നെ കാണണം. സോനം വാങ്ചുക്കിന്റെ സമരം 21 ദിവസം പൂർത്തീകരിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കോടതി നിർദ്ദേശപ്രകാരം മാറ്റുന്നത് വരെയും കോൺഗ്രസ് ഈ സമരത്തിൽ എവിടെ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി ആ സമയത്ത് വിദേശയാത്ര നടത്തുകയായിരുന്നു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പ്രധാനപ്പെട്ട വിഷയം എന്താണ്? BJPയുടെ പ്രതിഷേധം എന്തിനാണ്? ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് ഇതുപോലൊരു കൂട്ടായ്മ അതിനകത്ത് ഇടപെടരുതായിരുന്നു എന്നാണോ? അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ യാതൊരു ക്രമക്കേടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ? കോൺഗ്രസ് ആദ്യം ഇടപെടാത്ത കോൺഗ്രസ് പിന്നീട് ഇടപെട്ട് ഈ ക്രെഡിറ്റ് തട്ടിയെടുത്തു എന്നുള്ളതാണോ? അല്ല, ഈ എല്ലാ വിഷയത്തിനകത്തും എന്താണ് വിഷയം? പ്രശ്നം നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അല്ല സാർ, കേന്ദ്ര സർക്കാരിന്റെ നിലപാടല്ലേ നമ്മൾ വിശദീകരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള JP നദ്ദ നേരിട്ട് പ്രതിഷേധക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അവരോട് അവരുടെ ആവശ്യങ്ങൾ റിട്ടേൺ സബ്മിഷനായിട്ട് തരാൻ പറഞ്ഞു. അവരത് എഴുതി തയ്യാറാക്കാൻ വേണ്ടി 2.5 മണിക്കൂർ സമയം എടുത്തവർ 2.5 മണിക്കൂർ സമയം JP നദ്ദ അവർക്ക് വേണ്ടി കാത്തുനിന്നു. ഇന്ന് CJPയുടെ 2 പ്രതിനിധികൾ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് ഇവർ തയ്യാറല്ലല്ലോ. ഇവിടെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തേണ്ട കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടത്തിയിട്ട് തെരുവ് യുദ്ധത്തിലാണല്ലോ കോപ്പ് കൂട്ടുന്നത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?